ഹായ് ഗായ്സ്, അപ്പോൾ ഇന്നത്തെ ദിവസത്തെ ഒരു പ്രത്യേകത ഉണ്ട്. ഇന്ന് ഞാൻ ആദ്യമായിട്ട് ഒരു കാര്യം കാണിച്ചു തരാം. ഞാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ഒരു ആപ്പിളിൻ്റെ വിത്ത് ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ. ഇപ്പോൾ ഒരു ദിവസം കഴിഞ്ഞ് ഒരു ദിവസമായി 3 ദിവസം വെക്കണമെന്ന് ഞാൻ ഒരു ദിവസം വെച്ചിട്ടുള്ളൂ. അപ്പോൾ മൊത്തം 7-8 വിത്തുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വിത്ത് മുളപ്പിച്ചെടുക്കും. ആപ്പിളിൻ്റെ ചെടിയുടെ ഇലയാണ് കിടക്കണ. ഇത് ആപ്പിളിൻ്റെ വിത്താണ്. നമുക്കിത് ഒരു ദിവസം വെള്ളത്തിയിട്ട് വെച്ചിട്ട് അതിൻ്റെ എന്ത് ചെയ്യണം, വെള്ളം മാറ്റിയിട്ട് നമുക്കൊരു പാത്രത്തിനുള്ളിൽ എടുക്കണം. എന്നിട്ട് ടിഷ്യൂ എടുക്കണം. ടിഷ്യൂ പേപ്പറിൽ നനച്ചിട്ട് അടുത്ത ഈ ഒരു ബോട്ടിലിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ടിഷ്യൂവിൽ വെള്ളം നിറച്ചിട്ട് ഇന്നലെ വെച്ച ആപ്പിളിൻ്റെ ഇതൊരു ദിവസം കഴിഞ്ഞതാണ്. ഒരു ദിവസം മുമ്പെടുത്ത വീഡിയോ നേരത്തെ നനച്ച് എന്നിട്ട് അതിൻ്റെ ഉള്ളിലാക്കി വെക്കണം. അത് വെള്ളം നനച്ചിട്ട് ചെറുതായിട്ട് അതിൻ്റെ ഇത് പൊളിച്ച് കളയണം. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആപ്പിളിൻ്റെ ചെറിയൊരു ഉള്ളിലെ വിത്തിൻ്റെ തൊലി പൊളിച്ച് കളഞ്ഞിട്ട് വേണം ഇതിൽ വെക്കാനായിട്ട്. എന്നിട്ട് വെച്ചിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നമുക്ക് നോക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു മാങ്ങാണ്ടി ഒരുപാട് അധികം മുളപ്പിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് മുളപ്പിക്കാതെ ഇപ്പോൾ എന്താണെങ്കിലും ആപ്പിളിൻ്റെ ആദ്യം മുളപ്പിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടോ ആപ്പിളിൻ്റെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഓക്കെ ഗായ്സ്, അപ്പോൾ നമുക്ക് ആപ്പിളിനെ മുളപ്പിക്കുമ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അടുത്ത വീഡിയോ ഇത് കൂട്ടത്തിലാണ് കണ്ടോ. ഹായ് ഗായ്സ്, അപ്പോൾ നമുക്ക് നമ്മളുടെ കുറച്ചധികം ദിവസം മുമ്പ് നമ്മളൊരു സാധനം വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. ആപ്പിളിൻ്റെ വിത്ത് സീഡ് അത് മുളപ്പിക്കാനായിട്ട്. അപ്പോൾ ഇത് ഗ്രോ ചെയ്തിട്ടുണ്ട്. ചെറുതായിട്ട് ഞാൻ കാണിച്ചു തരാം നോക്കട്ടെ. ഇതാണ് സാധനം എങ്ങനെയുണ്ട്. ആപ്പിളിൻ്റെ തൈ കണ്ടോ, ആപ്പിളിൻ്റെ വിത്ത് ഉണ്ടോ, കണ്ടതേ ആപ്പിൾ കണ്ടോ, ആപ്പിൾ മരമായിക്കൊണ്ടിരിക്കണതാണ് കണ്ടോ, ഇവിടെ രണ്ട് കൊള്ളാം അല്ലേ. കുറച്ചധികം ഞാൻ ദിവസം എണ്ണി നോക്കിയിട്ടില്ല. കണ്ടോ, ഈ 1 2 3 4 കൂടി മുളക്കാനുണ്ട്. 3 മുളച്ചിട്ടുണ്ട്. ഓക്കെ, ഈ കുപ്പിക്കകത്ത് അടക്കി വെക്കും. എന്നിട്ട് എയർ ടൈറ്റ് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും, ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ചിട്ട്. അപ്പോൾ ഇത് കുറച്ചുകൂടി വലുതാകുമ്പോഴേക്ക് നമുക്ക് പ്ലാന്റൊക്കെ ആക്കി എടുക്കാം. കുറച്ചധികം ചെയ്യണമെന്നുണ്ട്, പക്ഷെ ചെയ്ത് പരിചയപ്പെട്ടിട്ട് അടുത്തേക്ക് പോകണമെങ്കിൽ നല്ലത്. തൊട്ടടുത്ത് അവോക്കാഡോയുടെ പരിപാടിയൊക്കെ ഉണ്ട്, ജ്യൂസ് കടയൊക്കെ ഉണ്ട്. അപ്പോൾ നിന്നൊക്കെ സീഡ് മേടിക്കാൻ കിട്ടും. പറഞ്ഞിട്ടാണെങ്കിലേ നേരൊക്കെ ആവുമായിരിക്കും. പറഞ്ഞാൽ ആദ്യമൊന്നും മുളപ്പിച്ച് നോക്കാനായിട്ട് 2-3 മേടിക്കും ഫ്രീ ആയിട്ട്. ഓറഞ്ചിൻ്റെ ഒന്നും കിട്ടിയില്ല. ഓറഞ്ച് ചെയ്യണം, മുന്തിരി പോലുള്ള പരിപാടികളൊക്കെ ചെയ്തില്ല. ഞാനിപ്പോൾ ആകെ മൊത്തം എന്തേ കണ്ട കാലും കണ്ട ഒട്ടേക്ക് ഇരിക്കണ കണ്ട, ഇവിടെ കാണുന്നുണ്ടോ, ബ്ലഡർ ആകുന്നുണ്ടല്ലേ. അതുപോലത്തെ എല്ലാം സീനാണ്, ഷോക്ക് പോകണം. അല്ലെങ്കിലും ഇതുവരെ ഒരു മെച്ചമില്ല ലൈഫിൽ. മെച്ചപ്പെടാൻ വേണ്ടിയിട്ട് എല്ലാം ചെയ്യുന്നത്. ഒരു പ്രാവശ്യം ഒന്നും മെച്ചപ്പെട്ടാൽ മതിയായിരുന്നു. ഇപ്പം പറയാൻ പോലും മെച്ചപ്പെട്ടിട്ടില്ല. 25 വയസ്സായി. നമുക്കിത് കുറച്ച് അടിപൊളിയായിട്ട് ചെയ്യാൻ നോക്കി. ഇപ്പോൾ എല്ലാം ഇതായിട്ടിരിക്കുന്നത് അറിയില്ല, ബൈക്കിൽ നിന്ന് വേണം. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.